ഒടുവിൽ പിണറായി വിജയന്റെ വീട്ടിലും ഇ ഡി എത്തിയിരിക്കുന്നു അല്ലെ? അതെ അതെ. എങ്ങനെ കാണുന്നു അതിനെ? എന്താണ് സ്വപ്നയുടെ ഒരു പ്രതികരണം? വളരെയധികം സന്തോഷം. പക്ഷെ കുറച്ചൊന്ന് വൈകി എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കേസുകൾ പൊങ്ങി വന്നപ്പോ അന്വേഷണം വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്കുള്ളത്. അവരുടെ ഇൻഫ്ലുവൻസും അവരുടെ പവറും വെച്ചുകൊണ്ട് അവരിത്രയും നാള് എല്ലാ നിയമത്തിനെയും തട്ടിക്കളിക്കുകയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നല്ല തുടക്കമാണ്. എക്സ് ചീഫ് മിനിസ്റ്ററിന് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ എഴുതിയ വിധിക്ക് ശേഷം ഒരു വൻ തിരിച്ചടിയാണിത്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഹി ഹാസ് ടു ഗിവ് എ ലോട്ട് മോർ. ഓക്കെ, സ്വപ്ന ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അന്ന് വരേണ്ടിയിരുന്നതല്ലേ ഇ ഡി? അതെ, അന്ന് വരേണ്ടതായിരുന്നു. അന്ന് ഇവരൊക്കെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഇരിക്കുന്നതിന്റെ പേരിലായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷേ ഓൺ ദിസ് നോട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിസ്റ്റർ ഷോൺ ജോർജ്. ബിക്കോസ് പുള്ളിക്കാരൻ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോരാടിയോണ്ട് മാത്രമാണ് ഇപ്പം ഇ ഡി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനും പ്രതീക്ഷിക്കുന്നു ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്, ലൈഫ് മിഷൻ കേസിലൊക്കെ എന്തായാലും ഒരു അന്വേഷണം വീണ്ടും തുടങ്ങും. ഇ ഡി വന്നതുപോലെ മറ്റ് ഏജൻസികളും വന്ന് ഇതിന് വേണ്ട ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ തരണം എന്ന് ഉള്ളത് എന്റെ പ്രാർത്ഥനയും എന്റെ ഒരു ആഗ്രഹമാണ്. ഐ തിങ്ക് ഇതൊരു തുടക്കമാണെന്നാണ് ഞാൻ കാണുന്നത്. ശരി, ഈ വീണ വിജയനെതിരെയുള്ള നീക്കം എന്നാണ് പറയുന്നത്, അന്വേഷണം അതൊക്കെ ആസൂത്രിതമാണ്, പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് എന്നാണ് എല്ലാ സമയത്തും പിണറായി വിജയൻ പറയാറുള്ളത്. അങ്ങനെയാണോ? ഐ ഡോണ്ട് തിങ്ക് ആ പോയിന്റിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന്. ബിക്കോസ് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടിയതിന്റെ ഭാഗമാണല്ലോ ഈ ഒരു ഫണ്ട് അവരുടെ അക്കൗണ്ടിൽ എക്സാലോജിക്കിൽ വന്നത്. അപ്പോ പിണറായി വിജയന്റെ മകളെല്ലാം തള്ളിക്കളയാൻ പറ്റത്തില്ല. ബട്ട് വീണ വിജയന് അല്ലാതെ വേറെ ഒരു പ്രസക്തി ഇല്ലല്ലോ കേരളത്തില്. അപ്പൊ പിന്നെ ഇതൊരു കെട്ടിച്ചമച്ചതല്ലല്ലോ. ഫണ്ട് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയതാണ് വിത്തൗട്ട് എനി സർവീസ്. ഇതുപോലെ തന്നെ PWCന്നും ബാക്കിയുള്ള ഒരുപാട് കമ്പനീസിൽ നിന്ന് ഇങ്ങനെ സർവീസ് കൊടുക്കാതെ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടല്ലോ, കോടികൾ കൈപ്പറ്റിയിട്ടുണ്ടല്ലോ. അത് പിണറായി വിജയൻ അച്ഛനായോണ്ടല്ലേ. അല്ലാതെ സാധാരണ ഒരു ലേഡി, ഇപ്പൊ നമ്മളെപ്പോലെ സാധാരണ ഒരു ലേഡി ആണെങ്കിൽ നമ്മൾ പാടുപെട്ട് ജോലി ചെയ്ത് പല റിസ്കും എടുത്തല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം ചീഫ് മിനിസ്റ്ററിന്റെ മകളാണെന്നുള്ള പേരായോണ്ടാണല്ലോ പുള്ളിക്കാരത്തി ഇത്രയും മുൻതൂക്കം കിട്ടിയതും ഇത്രയും ബെനിഫിറ്റ്സിന്റെ ഭാഗമായതും. സ്വപ്നയ്ക്ക് ഇവരെ നല്ലതുപോലെ അറിയാം, ആ കുടുംബത്തെ നല്ലതുപോലെ അറിയാം അല്ലേ? അതെ. ഇതെല്ലാം തുടക്കം കുറിച്ചത് ഞാനാണല്ലോ. ഇതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയതും ഞാൻ തന്നെയാണല്ലോ. ഇപ്പൊ അത് തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ വേറെ പുതുമയൊന്നുമില്ല. ഇതെല്ലാം നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം. ഇപ്പം അവർക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന്. സോ ഇത് വെറും ഒരു തുടക്കം. അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്.